ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ചരിത്രവും സംസ്കാരവും മനോഹരമായി ഇഴചേർന്നുണ്ടായതാണ് നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങളെല്ലാം. പാലക്കാട് ജില്ലയിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രചരിച്ച തോൽപ്പാവക്കൂത്തിനും തനതായ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. അഗ്രജാബാലികളായി അടിപണം തന്നെയോട്ടി വിക്രമത്തുടനെ അന്തൻ ഉരുമയോട് രണ്ടും പറ്റേ അക്രമായി കൊള്ളോ മുന്നേ. പ്രധാനമായും രാമായണ കഥ അവലംബമാക്കി രൂപപ്പെട്ട ഈ കലാരൂപം സാഹിത്യവും കലയും സമഞ്ജസമായി ചേർന്നുണ്ടായതാണ്. പക്ഷേ കാലാന്തരത്തിൽ തോൽപ്പാവക്കൂത്തിന് പിന്മുറക്കാർ കുറയുകയും ഈ കലാരൂപം അസ്തമയത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതിനെ നിലനിർത്താനും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനും ഏറെ പ്രയത്നിച്ച കലാകാരനായിരുന്നു പാലക്കാട്ടെ യശശരീരനായ കൃഷ്ണൻകുട്ടി പുലവർ. ഇദ്ദേഹത്തിന്റെ പിന്മുറക്കാരും ഇതിനോട് താല്പര്യമുള്ള പുതുതലമുറക്കാരും ഈ കലാരൂപത്തിനെ നിലനിർത്തുവാൻ പ്രയത്നിക്കുകയാണ്. അഗ്രജനും തമിഴാകെ വിളങ്കപ്പെട്ട ഈ ബാലീശ്വരരെ എന്നോട് രാജ്യത്തെയും ഭാഗ്യത്തെയും നീ അപഹരിത്തൊരുവനാ. തോൽപ്പാവകൾ ഉണ്ടാക്കുന്നത് പണ്ട് കാലങ്ങളെല്ലാം മാൻതോലിലായിരുന്നു. ഇപ്പോൾ മാൻതോല് കിട്ടാനില്ലാത്തൊരവസ്ഥയായതുകൊണ്ട് കാളത്തോലും ആടിൻ്റെ തോലും ഉപയോഗിച്ചാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. തോൽപ്പാവയുടെ നിർമ്മാണം മുതൽ കൂത്തിലുപയോഗിക്കുന്ന ഭാഷകൾ, ഘടന, അവതരണം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് തോൽപ്പാവക്കൂത്ത് കലാകാരൻ ലക്ഷ്മണൻ പുലവർ. ആദ്യക്ക് പച്ചത്തോല് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് അത് വലിച്ചടിച്ച് അത് നല്ല ഉണക്കം തട്ടിയ ശേഷം അതിൻ്റെ രോമം ചുരണ്ടിക്കളഞ്ഞ് ഏത് രൂപമാണോ നമുക്ക് വേണ്ടത് അത് വരച്ച് അങ്ങനെ ഉളികൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഒരു 100-200 വർഷം വരെയൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ അടുത്ത് പഴയ പാവകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അതിൻ്റെ അവസ്ഥയെല്ലാം ഭയങ്കര മോശമായിട്ടുണ്ടാവും. ഇതിൽ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, രാവണൻ, കൊടക്കാരൻ, കുംഭകർണൻ, മാരീചൻ, അതിയായൻ, ഇന്ദ്രിയത്ത് എല്ലാ പാവകളും ഇതിലേക്ക് ആവശ്യം തന്നെയാണ്. നടുവിൽ കൂടി കോല് കെട്ടി അതിൻ്റെ യുദ്ധപാവകളാണെങ്കിൽ 2 കൈയും ചലിപ്പിക്കും. പിന്നെ കാല് 2ഉം അകത്തി വെച്ചിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു പോസിലായിട്ടാണ് നിൽക്കുന്നത്. 3 വിധത്തിലാണിത്. ഒന്ന് ഇരിക്കുന്നത്, നിൽക്കുന്നത്, യുദ്ധ പോസ്. ഞങ്ങൾ ഈ പാട്ടിനനുസരിച്ച് പാവകൾ ചലിപ്പിക്കുകയാണ്. ഒരു 8 ആളോളം ചുരുങ്ങിയത് വേണം. പക്ഷെ അതേ സ്ഥാനത്ത് ഇപ്പം ഇന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 2 ആളിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്. മൈക്ക് ഉണ്ടാവും അമ്പലങ്ങളിലൊക്കെ ആകുമ്പോൾ. മൈക്ക് കഴിഞ്ഞാൽ ശബ്ദം പുറത്ത് കേൾക്കില്ല. അതാത് പാവകൾ എന്നാലും അതാത് സമയങ്ങളിൽ കയറ്റി ആടും, അങ്ങനെ തന്നെ വെക്കും, ചലിപ്പിക്കില്ല എന്ന് മാത്രം. ആൾ കുറവാകുമ്പോൾ അമ്പലങ്ങളിലൊക്കെ വഴിപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നൊക്കെ നമുക്കൊരു കൂത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടേ ബുക്ക് ചെയ്ത് കിട്ടുള്ളൂ. വഴിപാട് കൂടി വരുന്നുണ്ട്, പക്ഷെ കാണികളാരുമില്ല. ഞങ്ങൾ ചെയ്യേണ്ട വഴിപാട് ഓരോ ദിവസത്തെ കഥകളും അവതരിപ്പിച്ചും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പ്രധാനമായിട്ടുള്ള ഭാഷകളും കാര്യങ്ങളും സംസ്കൃതം, മലയാളം, എല്ലാ ഭാഷകളും കൂടി ചേർന്നാണിത്. അതൊക്കെ അച്ഛൻ പാട്ട് എഴുതി തന്ന് അങ്ങനെ ഞങ്ങൾ പഠിച്ചു വരുന്നു. പിന്നെ പല ഗുരുനാഥന്മാരുടെ ഒപ്പം പോയി കേട്ടും പല കഥകളും ഉപകഥകളും പലതും പഠിച്ചു വരുന്നു. ഇത് 3 പ്രാവശ്യം പറഞ്ഞ് പിന്നെ തായേ അന്നായേ ആ ഒരിന്നാണ് ഇതിൻ്റെ ഉച്ചാരണം. ശംഖുനാഥം അങ്ങനെയാണ് തുടക്കം, ഓങ്കാരം പോലെ. ആദ്യക്ക് ഭക്തിയായിട്ട് ഒരു ശ്ലോകം പറയാം. ശൂലായോധനെ സാരണം സാരണം തോലാന്തോഗിലേ സാരണം. മലയാളം, സംസ്കൃതം തുടങ്ങിയ ഭാഷകൾ ഉൾപ്പെടുത്തി സഭാവാസികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കാൻ തുടങ്ങി. മാറ്റങ്ങളൊക്കെ വരുത്തി ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കുന്ന മാതിരിയുള്ള രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൃഷ്ണമൂർത്തി പുലവർ. പഴയകാലത്ത് വെറും തമിഴായിരുന്നു, മലയാള വാക്കുകളെ ഉണ്ടായിരുന്നില്ല. ഇത് കല അവതരിപ്പിക്കുന്നത് തന്നെ മലയാളം സംസാരിക്കുന്ന ഭാഗത്താണല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചില മലയാള ഭാഷകളിൽ ചേർത്ത് നമ്മൾ പറയുന്നുണ്ട്. സംസ്കൃതം പഠിച്ചവരുണ്ടായിരുന്നു, ആ സംസ്കൃത ഭാഷകൾ ഇതിൽ ഉൾപ്പെടുത്തി. ഭഗവതിക്ക് കാണാനാണ് ഈ കൂത്തെങ്കിലും സഭാവാസികളെ ഒന്ന് രസിപ്പിക്കണം. ഭഗവതി സമർപ്പണം എന്നുള്ളതിൻ്റെ പേരിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്തി അവതരിപ്പിക്കും.
செந்தாமரையில் வீற்றிருக்கும் தெய்வ கற்பின் திருமகளே, அந்தோம் ஆரமும் மண்ணுயிரும் அரசர் குலமும் மூலகம் வெந்து போலியா நீ இறக்கின் விதியின் செயலே கொடியை விடாய் எந்தாய் நாயேன் உரை பொய்யேன் ஏனினுமிகளாய் ഉറയുള്ളതാൽ. സീതാന്വേഷണം ചെയ്ത് ഹനുമാൻ സീതയെ കണ്ട് സീത അന്വേഷിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണനെ ഉപേക്ഷിക്കാൻ എന്ന സമയത്ത് ഹനുമാൻ വന്ന് സീതയെ വണങ്ങി പറയുന്ന ഒരു ശ്ലോകമാണ്. അതിപ്രാചീന കാലം മുതൽക്കേ ഈ കൂത്ത് പ്രചാരത്തിൽ വന്നിരുന്നു. ഈ തോൽപ്പാവക്കൂത്തിന് 2000 വർഷം പഴക്കം പറയപ്പെടുന്നുണ്ട്. തോൽപ്പാവക്കൂത്തിന്റെ ചരിത്രം, ഐതിഹ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ് കെ വിശ്വനാഥ പുലവർ. ചിലപ്പതികാരത്തിൽ തോൽപ്പാവക്കൂത്തിനെ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പല ഗ്രന്ഥങ്ങളിലും വിദേശത്തു നിന്ന് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിലടക്കം മദർലാൻഡ് ഓഫ് ദി പപ്പറ്റ് എന്ന് പറഞ്ഞാൽ അത് കേരളം, ഇന്ത്യ ആണെന്ന് അവർ പറയുന്നത്. അത് പല പുസ്തകങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബുദ്ധമതത്തോടൊപ്പമാണത്രേ തോൽപ്പാവക്കൂത്ത് കടൽ കടന്ന് ഇന്തോനേഷ്യ, തായ്ലൻഡ്, ചൈന, ജപ്പാൻ മുതലായ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പോയി എന്നാണ് ഐതിഹ്യം. അതിന് ഒരുപാട് തെളിവുകളുമുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ പല സമയത്തായി പോയപ്പോൾ രാമായണം തന്നെയാണ് അവിടെ ഇപ്പോഴും അവതരിപ്പിക്കുന്നത്. അവർ പറയുന്നത് പാവകളിയുടെ 300ഓളം സംഘങ്ങൾ ഇപ്പോഴും തായ്ലൻഡിലുണ്ട്. എല്ലാ രാമായണം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നിഴലുണ്ടായ കാലം മുതൽക്ക് തന്നെ പാവകളി ഉണ്ടായിരുന്നു, നിഴൽപ്പാവക്കൂത്ത് ഉണ്ടായിരുന്നു. ഈ തോൽപ്പാവക്കൂത്തിന് ആദ്യം ഓലപ്പാവക്കൂത്ത് എന്നായിരുന്നു പേർ. ഓലകളെ കൊണ്ട് പാവകളെ നിർമ്മിച്ച് അവതരിപ്പിച്ചു വരുന്ന ഒരു കഥയായതുകൊണ്ട് ഓലപ്പാവക്കൂത്ത് എന്നും പറഞ്ഞിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതിനെ തോൽപ്പാവക്കൂത്ത് എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഈ തോൽപ്പാവക്കൂത്ത്. ഇതിൽ ആദ്യം തന്നെ ഗണപതി വന്ദനം, എല്ലാ ദേവീദേവന്മാരെയും നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് ഗുരുക്കന്മാരെ വന്ദിക്കുന്നു. അത് 4 പട്ടന്മാർ വന്നിട്ടാണ് ആദ്യം ചെയ്യുന്നത്. ഗംഗയാടി പട്ടർ, സോമയാജി പട്ടർ, മല്ലിക പട്ടർ, മൂത്ത പട്ടർ. ഇങ്ങനെ 4 പട്ടന്മാരാണ് ആദ്യം തോൽപ്പാവക്കൂത്ത് കഥ പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് വരുവാനുള്ള കാരണം ശ്രീരാമനും രാവണനുമായുള്ള യുദ്ധവും ദാരികനും ഭദ്രകാളിയുമായുള്ള യുദ്ധവും ഒരേ സമയത്തായിരുന്നു. ദാരികനെ വധിച്ച ഭദ്രകാളി ദേഷ്യം തീരാതെ സ്വന്തം പിതാവായ ശിവന്റെ അടുത്ത് ചെന്നു എന്നും അപ്പോൾ ദാരിവധത്തെക്കാളും ഗംഭീരമായ യുദ്ധം നടന്നിട്ടുണ്ട്. ഇപ്പോൾ അത് രാമരാവണ യുദ്ധമാണ്. യുദ്ധത്തിന് പ്രത്യേകതയെപ്പറ്റി ശിവൻ വർണ്ണിക്കുമ്പോൾ എനിക്കത് കാണണമെന്ന് ഭഗവതി ആവശ്യപ്പെടുന്നു. അങ്ങനെയാണത്രേ തോൽപ്പാവക്കൂത്തിലൂടെ ഇത് കാണിച്ചു കൊടുക്കുന്നത്. ഇത് പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായും, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഭാഗികമായും ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നു. കേരളത്തിൽ ഏകദേശം 100ഓളം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ ഇന്നും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടുകാലത്തെ 200-ലധികം കൂത്തുമാടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പലതും നശിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയാവുന്നതാണ്. ഇത് ജനുവരി മാസം മുതൽ മെയ് മാസം വരെ ഓരോ ക്ഷേത്രങ്ങളിൽ 7 ദിവസം, 14 ദിവസം, 21 ദിവസം, 42 ദിവസം, 60 ദിവസം എന്നീ ദിവസങ്ങളിലായാണ് നടത്തുന്നത്. പണ്ട് കാലങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇത് നടത്താറുള്ളൂ. ഇത് പ്രത്യേകം കെട്ടിയുണ്ടാക്കി 42 അടി നീളമുള്ള കൂത്തുമാടത്തിലാണ് ഇത് അവതരിപ്പിച്ചു വരുന്നത്. ഒരു 10-40 വർഷത്തിനു മുൻപായി ഈ മറ്റു കലകളെ പോലെ തന്നെ ഇത് പഠിക്കുവാൻ ആരും വരാതാവുകയും 20-25 കലാകാരന്മാരുള്ള ഒരു കൂത്തുമാടത്തിൽ ഇന്ന് അത് ചുരുങ്ങി 2ആയി മാറിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമായപ്പോൾ എൻ്റെ പിതാവായ കൃഷ്ണൻകുട്ടി പുലവർ 1960-62 കാലഘട്ടങ്ങളിൽ ഈ തോൽപ്പാവക്കൂത്തിൻ്റെ ചില പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം എടുത്ത് സീതാ സ്വയംവരം, പഞ്ചവടി, മാൻവേട്ട, ബാലസുഗ്രീവ യുദ്ധം, രാമരാവണ യുദ്ധം, പട്ടാഭിഷേകം, ഇങ്ങനെ പല ഭാഗങ്ങളായി എടുത്ത് അത് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറായി ക്ഷേത്രത്തിന് പുറത്ത് തോൽപ്പാവക്കൂത്തിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി ആദ്യമായി ഇത് അവതരിപ്പിക്കുകയുണ്ടായി. ഈ തോൽപ്പാവക്കൂത്ത് എന്താണെന്ന് പുറം ലോകം മനസ്സിലാക്കുവാൻ അതുകൊണ്ട് സാധിക്കുകയുണ്ടായി. തോൽപ്പാവക്കൂത്ത് നടത്തുന്നവരെ സാധാരണ പുലവർ എന്നാണ് പറയപ്പെടുക. പുലവർ എന്ന് പറഞ്ഞാൽ ജാതിയുടേതായ പേരല്ല, സ്കോളർ, പണ്ഡിതൻ എന്നാണ് തമിഴ് വാക്കിൻ്റെ അർത്ഥമാണത്. ഇപ്പോഴും തമിഴ് ഗ്രന്ഥങ്ങളിലെല്ലാം
നമ്മളിവിടെ കവി എന്ന് പറയുന്ന മാതിരി അവിടെ പുലവർ എന്നാണ് പറയുക. എല്ലാ ജാതിക്കാരും ഉയർന്ന ജാതിക്കാർ എല്ലാവരും പഠിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം പാവകളി കളിപ്പിച്ച് തന്നെ പട്ടർ എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പുലവർ എന്ന് അറിയുന്നവർ തർക്കം, വേദം, ശാസ്ത്രം, ഇതിഹാസം, ഹിന്ദു പുരാണങ്ങളെ കുറിച്ചുള്ള അഗാധമായൊരു പാണ്ഡിത്യം തോൽപ്പാവക്കൂത്തിന് ആവശ്യമായതെല്ലാം പഠിച്ചിരിക്കണമെന്നാണ് അന്നത്തെ രാജാക്കന്മാരും പ്രഭുക്കന്മാരെല്ലാം നൽകിയിരുന്നൊരു സ്ഥാനപ്പേരാണത്. അത് ഞങ്ങളുടെ കുടുംബത്തിന് 15 തലമുറയായി കിട്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തോൽപ്പാവക്കൂത്ത് പണ്ട് കാലത്തെ 10-20ഓളം സംഘങ്ങൾ പഠിച്ചിരുന്നു. ഇപ്പം ഞങ്ങളുടെ സംഘത്തിൻ്റെ പേര് കവളപ്പാറ സംഘം, കൈലിയാട് സംഘം, പാലപ്പുറം സംഘം, കുത്തന്നൂർ സംഘം, മാത്തൂർ സംഘം, അങ്ങനെ ഒരുപാട് സംഘങ്ങളുണ്ടായിരുന്നു. കമ്പരാമായണത്തിലെ 12,126 ശ്ലോകങ്ങളിൽ നിന്ന് ഏകദേശം 2,200ഓളം ശ്ലോകങ്ങൾ മൂലഗ്രന്ഥമായി എടുക്കുന്നു. അതുകൊണ്ട് അത് പഠിക്കുവാൻ യുവതലമുറ ആരും വരുന്നില്ല. പിന്നെ കാര്യമായ വരുമാനം ഇതിൽ നിന്നില്ലാത്തതും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. തൂക്കുകളൊക്കെ കൊണ്ടുവന്ന് കൂത്തുമാളത്തിന് മുന്നിൽ തൂക്കാറുണ്ട്. അത് കഴിഞ്ഞ് കൂത്തിലെ പ്രധാനപ്പെട്ട പുലവരെ അനുഗ്രഹിക്കാറുണ്ട്. ബഹദൂർ അരളിപ്പാട് പോലെ എല്ലാ ദിവസവും ആ ചടങ്ങുണ്ട്. ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടിയൊരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. അത് കഴിഞ്ഞ് കൂത്ത് 10 മണിക്ക് തുടങ്ങുന്നു. ഗണപതി വന്ദനം, ദേവീദേവന്മാരെ നമസ്കരിക്കൽ, ഗുരുക്കന്മാരെ വന്ദിക്കൽ. അത് കഴിഞ്ഞാണ് കഥയിലേക്ക് പ്രവേശിക്കുക. ക്ഷേത്രത്തിൽ നിന്ന് കൊടുന്ന വിളക്ക് ദേവീ സങ്കല്പമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ വിളക്ക് അണയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ശ്ലോകം ചൊല്ലി കഴിയുമ്പോൾ ഭഗവതി വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. മരം കൊണ്ടുണ്ടാക്കിയ പാത്തിയിൽ അതിൽ 21 കുഴി ഉണ്ടാക്കി 11 തേങ്ങയുടച്ച് 21 വിളക്ക് അതിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത്. ആ വെളിച്ചത്തിലാണ് തോൽപ്പാവക്കൂത്ത് നടക്കുന്നത്. അച്ഛനാണ് ട്രൂപ്പ് ലീഡർ. ഞാൻ പാരമ്പര്യമായി തന്നെ ഇതേ കലാരൂപം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വനാഥ പുലവരുടെ മകൻ ബിപിൻ വിശ്വനാഥൻ. മുത്തശ്ശനാണ് ആദ്യത്തെ ഗുരു. മുത്തശ്ശനാണ് ആദ്യം പഠിപ്പിച്ചിരുന്നത്. പിന്നെ അച്ഛനും ചെറിയച്ഛനും കൂടി ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിപ്പിച്ചു തന്നു. വേറെ കുറേ പ്രഗത്ഭന്മാരായ ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അറിയുന്തോറും രാമായണത്തിലെ കുറേ സെക്ഷൻസ് ഇന്ന് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം വീണ്ടും വീണ്ടും പഠിക്കാനുണ്ട് എന്നത് ഏറ്റവും നല്ലൊരു ആക്സെപ്റ്റായി തോന്നുന്നു. അതാണ് ഇതിൽ നിൽക്കാനുള്ളൊരു കാരണം. ഞാൻ എൻ്റെ കൂട്ടുകാരൻ രഞ്ജിത്തും കൂടി ഇപ്പോൾ പുതിയ കുറേ കഥകളൊക്കെ ചെയ്യുന്നുണ്ട്. ശ്രീകൃഷ്ണജന്യം, രാമായണം, ബുദ്ധമതം, ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ആൻറ്റി ഡ്രഗ്സ്, അതേമാതിരി ഡീഫോറസ്റ്റേഷൻ ഇതിലുള്ള സ്റ്റോറീസ് പുതുതലമുറയ്ക്ക് വേണ്ടി അവർക്ക് കൂടി കൂടുതൽ ഈസി കമ്മ്യൂണിക്കേഷന് വേണ്ടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ സ്റ്റോറീസ്. പുരാണ കഥകൾ മാത്രമല്ല, സമകാലീന പ്രശ്നങ്ങളും കൂത്തിന്റെ കഥയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സംഘത്തിലെ കലാകാരൻ രഞ്ജിത്ത്. നിലവിലിപ്പോൾ ഈ അമ്പലങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് മാത്രമാണ് ഈ പ്രോഗ്രാം നടത്തി വരുന്നത്. ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ ഇഷ്യൂസിനെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസുകൾ അങ്ങനെ ഞാൻ ചെയ്തു വരുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന്. തോൽപ്പാവക്കൂത്തിനോടുള്ള താല്പര്യമാണ് ബാലസുബ്രഹ്മണ്യനെ ഇതിലേക്ക് ആകർഷിച്ചത്. കൃഷ്ണൻകുട്ടി പോലെയായിട്ട് ഞാൻ കുറേ കൂത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കുറേ പഠിക്കാൻ പോയിരുന്നു. ഇത് സാമ്പത്തികമായിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് പിന്നാക്കം മാറി. ഇപ്പോൾ ഇതിലേക്ക് തന്നെ വരാൻ കാരണം ഇത് രാമായണം പഠിക്കണം, നല്ല കാര്യമാണ് എന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് വീണ്ടും 2-3 കൊല്ലം ഇവരുടെ കൂടെ പോകുന്നത്. ഇത് ജനങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശസ്തി ഇപ്പം ഇല്ലാണ്ട് വരുന്ന സമയത്താണ് ഇവർ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പല പല കേൾവികളെ എല്ലാം കേട്ടു പോണത് താടകை കൊണ്ടതാൻ ഒരുവനാകിലും രാമൻ സ്ത്രീവധം ചെയ്യലാകാതെ നിഴലും വെളിച്ചവും ഉപയോഗിച്ചുകൊണ്ട് കഥ പറയുന്ന തോൽപ്പാവക്കൂത്തെന്ന പ്രാചീന കലാരൂപം ചില ഭാഗങ്ങളിലെങ്കിലും ഇന്നും അപൂർവമായി അരങ്ങേറുന്നുണ്ട്. ദഗനേ സാരണം സാരണം തോലാം ദോഗിലേ. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.